കാരണം എന്താ? അനുഗ്രഹം മാങ്ങാ തൊലി. ജഗനങ്ങളെ, ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവാൻ പറ്റാതെ വന്ന അടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ ആത്മഹത്യയാണ് ചെയ്യേണ്ടതെങ്കിൽ ഞാനൊക്കെ എന്നേ അത് ചെയ്യണമായിരുന്നു. അറിയാലോ, നിന്റെ സ്ഥാനത്ത് അവിടെ ആനന്ദ നിലയത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നത് എന്റെ മോളായിരുന്നു. സത്യത്തിൽ എനിക്ക് നിങ്ങളെ രണ്ടുപേരോടും പുച്ഛമാ തോന്നുന്നേ. പരമ പുച്ഛം. മോൾക്ക് വേണ്ടി പകരം ചോദിക്കാൻ അറിയാത്ത ഒരച്ഛനും അമ്മയും. നിർത്ത. ആ രീതിയിൽ സംസാരിച്ചാ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. പിഴുതെടുക്കേണ്ടതേ അവിടെയുള്ളവരുടെ നാവാ, പ്രധാനമായിട്ടും ആ ശ്യാമയുടെ നാവ്. അവളുടെ നാവ് പോയിട്ട് തലമുടി പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ആ നാവ് പിഴുതെടുക്കാൻ പോകുന്നത്. പിഴുതെടുക്ക്, എന്റെ നാവ് പിഴുതെടുക്ക്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ആജ്ഞാപിക്കുന്നോ? ഇറങ്ങി പോടി. പിന്നല്ലേ, ഇവള് പറയുന്നത് കേട്ടില്ലേ? നമ്മുടെ മോൾക്ക് വേണ്ടി പകരം ചോദിക്കാൻ നമുക്ക് അറിയില്ലെന്ന്. അറിയുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അത് നടക്കുമായിരുന്നില്ലേ? നടക്കും, നടത്തിയിരിക്കും ഈ ജഗന്നാഥൻ. ഈ പകരം വീട്ടിൽ എന്നൊക്കെ പറയുന്നത് മാജിക് ഒന്നുമല്ല. മനസ്സിൽ വിചാരിക്കുമ്പോ അങ്ങ് നടക്കാൻ. അതിന് സമയവും സന്ദർഭമൊക്കെ ഒത്തുവരണം. തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും. ശ്യാമയെയും അഖിലിനെയും തീർക്കാൻ പലവട്ടം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതല്ലേ, പക്ഷെ അവര് രക്ഷപ്പെട്ടു. അത് നമ്മുടെ കഴിവുകേടല്ല, ഇതൊക്കെ അതിന്റെ കൂടെയുള്ളതാ. എന്തായാലും ശരി, എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ കുടുംബം കുളം തോണ്ടുക, ശ്യാമയെയും അഖിലിനെയും ഇല്ലാതാക്കുക, ആ കമ്പനി പിടിച്ചെടുക്കുക. ഇതൊക്കെ ഞാൻ നടത്തിയിരിക്കും. എന്റെയും ഏറ്റവും പ്രധാന ലക്ഷ്യം ആ ശ്യാമ ഇല്ലാതാക്കുക എന്നുള്ളതാ. പിന്നെ ആ കമ്പനിയുടെ തലപ്പത്തൊന്ന് ഞെളിഞ്ഞിരിക്കണം. അതുകൂടാതെ ആ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ ഇല്ലാതാക്കി ആ കുടുംബ ഭരണം എനിക്ക് വേണം. കമ്പനിയുടെ തലപ്പത്ത് ഞാൻ വരുമ്പോ നമ്മുടെ രണ്ടുപേരുടെയും കമ്പനി കൂടെ ചേർന്ന് വലിയൊരു പ്രസ്ഥാനമാവും. ഇതിനൊക്കെ വേണ്ടി ജഗനങ്ങളുടെ കൂടെ ഏതറ്റം വരെയും ഞാൻ കൂടെ ഉണ്ടാവും. ജഗനങ്ങളെ, നമ്മൾ 3 പേരും ഒറ്റക്കെട്ടായി നിന്ന ഉറപ്പായിട്ടും ലക്ഷ്യം സാധിക്കും. മൂന്നുപേരല്ല, ഒരാളെയും കൂടി ശക്തമായിട്ട് ചേർത്ത് നിർത്തണം. അരുന്ധതിയെയും കൂട്ടിച്ചേർത്ത് നമ്മുടെ സഖ്യം 4 പേരാകണം. ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റായി എത്തിയിരിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് സംഗീത മേഖലയിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ വിസ്മയയാണ്. സ്റ്റേജ് ഷോകളിലൂടെയാണ് വിസ്മയ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായികയായി മാറിയത്. വിസ്മയയുടെ അമ്മ മികച്ച ഗായികയായ ശ്രീമതി അരുന്ധതി ദേവിയാണ്. നമുക്ക് വിസ്മയയുടെ സംഗീത ലോകത്തേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഹായ് വിസ്മയ. ഹായ്. പാട്ടിലൂടെ ഒരുപാട് ആരാധകരെ സമ്പാദിച്ച ഗായികയാണ് വിസ്മയ. ഇങ്ങനെയൊരു പാട്ടുകാരിയാവുമെന്ന് കുഞ്ഞുനാളില് പ്രതീക്ഷിച്ചിരുന്നോ? അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നോ? തീർച്ചയായും. എന്റെ അമ്മ പ്രശസ്തയായ ഗായിക അരുന്ധതി ദേവിയാണ്. കുഞ്ഞുനാള് മുതലേ അമ്മയുടെ പാട്ടുകളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനൊന്ന് ഉറങ്ങണമെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിലും ഒക്കെ എന്റെ അമ്മ പാട്ട് പാടി തരുമായിരുന്നു. ക്രമേണ ആ പാട്ടുകൾ എനിക്ക് ജീവശ്വാസം പോലെയായി മാറി. ഒരു പൊതുവേദിയിൽ ആദ്യം വിസ്മയ പാടിയത് ഏത് വേദിയിലായിരുന്നു? എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ ആനിവേഴ്സറിക്ക് പാടിയതായിരുന്നു ആദ്യത്തെ പാട്ട്. വിസ്മയ പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? അത് ഉണരുമീ ഗാനം.
എന്താണ് ആ പാട്ടിനോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം? ഓരോ തവണ ആ പാട്ട് പാടുമ്പോഴും ഞാൻ മറ്റൊരാളായി തീരും പോലെ എനിക്ക് തോന്നുന്നത്. നമ്മൾ പറയുമല്ലോ, അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നു. ആ പാട്ട് പാടുമ്പോ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന പോലെ തോന്നും. വിസ്മയെ അത്രയേറെ സ്വാധീനിച്ച, വിസ്മയെ മറ്റൊരാളാക്കി മാറ്റുന്ന ആ പാട്ട് കേൾക്കാൻ പ്രേക്ഷകർക്കും ആഗ്രഹമുണ്ട്. ആ പാട്ടൊന്ന് പാടാമോ? ഒന്ന് പാടൂ വിസ്മയ. അത് പിന്നെ അത് ശരിയാവത്തില്ല. അത് പാട്ട് പാടാനായിട്ടുള്ള തയ്യാറെടുപ്പിലല്ല ഞാൻ വന്നത്. ഒരു പാട്ട് പാടാൻ വിസ്മയക്ക് എന്തിനാ തയ്യാറെടുപ്പ്? പാടൂ വിസ്മയ. പശ്ചാത്തല സംഗീതം ഇല്ലാതെ തന്നെ ആ മനോഹര ഗാനം കേൾക്കട്ടെ. പാടൂ വിസ്മയ. പാട് മോളെ, പാട്. പാടൂ വിസ്മയ. വിസ്മയെ പോലൊരു ഗായിക എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? അതല്ല, എനിക്കെന്തോ ശരിയാവുന്നില്ല. ഇന്നലെ എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയില്ല. അതിന്റെ ഒരു ക്ഷീണവും തലവേദനയും തലചുറ്റലും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാ. വിസ്മയെ പാടിയില്ലെങ്കിൽ പ്രേക്ഷകര് മറ്റെന്തെങ്കിലും കാരണം കണ്ടുപിടിക്കും. ശരി. അയ്യോ മോളെ, മോളെ, അയ്യോ നോക്ക്, ചെല്ല്. വിസ്മയ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മോളെ, എന്ത് പറ്റി? മോൾക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു. സോറി നിങ്ങളുടെ മാഡം, നിർബന്ധം സോറി. കാരണം പാടാൻ തയ്യാറായത്. റിയലി സോറി. സോറി. അങ്ങോട്ട് കിടത്ത. എന്തൊരു ആക്ടിങ് നോക്കി. Process of legally declaring a birthright entry as a deed legal and distinct from corporation and association of personal മോളെ, കാണാതെ പഠിച്ചു വരികയായിരുന്നു. അതിന്റെ ഇടയിൽ വന്നിട്ടാ മോളെ നശിപ്പിച്ചു. ഇനി ആദ്യം മുതൽ തുടങ്ങണം. ബെസ്റ്റ്. ഞാനിത് കേക്കണം. പഠിച്ചോണ്ടിരുന്ന പിള്ളയ്ക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ട് കൊടുക്കാന്ന് വെച്ചപ്പോ അത് കുറ്റം. ഈശ്വരാ, അപ്പൊ നാളെ മോള് കമ്പനിയുടെ തലപ്പത്ത് വരുമ്പോ എന്തായിരിക്കും വിറപ്പിക്കല്? അപ്പച്ചി, അപ്പൊ ഞാൻ തന്നെ ആയിരിക്കും ജയിക്കുന്നതല്ലേ? മോളല്ല ഈ കമ്പനിയുടെ മേധാവി ആകുന്നതെങ്കിൽ ദേ നോക്ക്, ഈ ഭൂമി പൊട്ടി ഞാൻ ഈ നിമിഷം താഴോട്ട് പോവും. കണ്ട ഭൂമി പിളർന്നിട്ടില്ല. അപ്പൊ ആരായിരിക്കും ജയിക്കുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? അല്ല, എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ അത്രയ്ക്കും പഠിച്ചിട്ടുണ്ട്. ആ വന്ദന വന്നതോടെ ശ്യാമയുടെ പഠിത്തം കൊളമായി. അമൃതേടത്തേക്കാണെങ്കിൽ പിന്നെ പദവിയും വേണ്ട. അപ്പൊ ഞാൻ തന്നെ ആയിരിക്കും. എന്നാലും മോളെ, ജയിക്കുമെന്ന് വെച്ച് ചുമ്മാതിരിക്കരുത്. അതുങ്ങളുടെ രണ്ടെണ്ണത്തിന്റെ മനസ്സിടിയണം, ശത്രുവിന്റെ മനസ്സ് ഒലയ്ക്കണം, അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തണം. അപ്പച്ചി, ഭക്ഷണം കഴിക്കാറായല്ലോ അല്ലേ? ഐശ്വര്യടുത്ത് ഇവിടെ വന്നിരിക്കുകയാണോ? എന്റെ ശ്യാമമോളെ, ഐശ്വര്യമോളോട് ഞാൻ പറഞ്ഞു, പഠിത്തമേ ശരണോന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇരിക്കരുതെന്ന്. ആഹാരവും കഴിക്കണം. അല്ല ശ്യാമമോളെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞ ഐശ്വര്യമോളോട് മോളെ എങ്ങനെ മത്സരിക്കും? അയ്യോ, അങ്ങനെ പറയല്ലേ അപ്പച്ചി. ശ്യാമ മത്സരിക്കട്ടെ. തോക്കാൻ വേണ്ടി ചിലര് മത്സരിക്കും. വലിയ ആൾക്കാരോട് മത്സരിച്ച് തോറ്റാ അത് ചിലർക്കൊരു സന്തോഷമാ. ശ്യാമ സന്തോഷിച്ചോട്ടെ. ഐശ്വര്യടുത്തി, ആത്മവിശ്വാസം നല്ലതാ. പക്ഷെ അത് അധികമാകുമ്പോ അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവം വരും. അഹങ്കാരം മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അഹങ്കരിക്കാനുള്ള ഐറ്റമൊക്കെ കയ്യിലുണ്ടെങ്കിലേ അഹങ്കരിക്ക തന്നെ വേണം ശ്യാമേ. മത്സരത്തിന് ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ സ്നേഹത്തോടെ വീണ്ടും പറയുക,
നിങ്ങൾ രണ്ടും മത്സരിച്ച് തോക്കാൻ നിൽക്കണ്ട, മാറിക്കോ. ഞാൻ ആരുടെയും വശം പറയല്ല. എന്നാലും മുഖലക്ഷണം വെച്ച് നോക്കുമ്പോ ഐശ്വര്യമോള് ജയിക്കാനാ സാധ്യത. ഐശ്വര്യമോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവര് രണ്ടുപേരും മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ തിരിച്ചൊരു ഉപകാരമായിട്ട് മോളെ എന്ത് ചെയ്യും? അത് ന്യായമായ ചോദ്യം. നിങ്ങൾ രണ്ടുപേരും പറയുന്ന 2 പേർക്ക് ഞാൻ ജോലി കൊടുക്കും. എന്റെ ഐശ്വര്യേ, നിനക്ക് ഈ നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് കൊതി തീർന്നില്ലേ? നോക്ക്, നടക്കാൻ പോകുന്നത് ബുദ്ധി പരീക്ഷയാ, ശക്തി പരീക്ഷയല്ല. ശക്തി കൊണ്ട് നീ കുറെ പേരെ ദ്രോഹിച്ചിട്ടുണ്ട്, ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ബുദ്ധിയില്ലാത്തത് കാരണം അതൊന്നും അത്രയ്ക്ക് വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കമ്പനിയും കുടുംബവും നിന്റെ കീഴിൽ കൊണ്ടുവരണം, അതല്ലേ ഉള്ളില്. അഥവാ ഞങ്ങൾ അതിന് സമ്മതിച്ചാലും ദൈവം എന്ന് പറയുന്ന ഒരാൾ അതിന് സമ്മതിക്കില്ല. എന്തിനാ വെറുതെ ഐശ്വര്യടുത്തി പറയുന്ന എനിക്ക് ഉത്തരം പറയാൻ നിൽക്കുന്നേ? പരീക്ഷയ്ക്കിന് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തിനാ തർക്കം? ഓ, ഭക്തമീര പ്രഭാഷണം തുടങ്ങിയല്ലോ. കളിയാക്കണ്ട ഐശ്വര്യടുത്തി. ഐശ്വര്യടുത്തിയെ സംബന്ധിച്ച് വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്നത് മാത്രമാണ് ഭക്തി. എന്നെ സംബന്ധിച്ച് ഭക്തി എന്ന് പറയുന്നത് സ്നേഹ. ആ സ്നേഹത്തെയാ ഞാൻ കൃഷ്ണൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. എനിക്ക് കൃഷ്ണനാണെങ്കിൽ വേറൊരാൾക്ക് മറ്റൊരു ദൈവം. വിളക്കിനെയും സ്നേഹമായിട്ടേ കാണുന്നുള്ളൂ. സ്നേഹത്തെക്കുറിച്ച് വലിയ പിടിയില്ലാത്തോണ്ടാ ഐശ്വര്യടുത്തി ഭക്തിയെ കളിയാക്കുന്നത്. എന്തായാലും മത്സരം കഴിഞ്ഞ് ഫലം വരട്ടെ, അപ്പൊ കാണാലോ ആര് ജയിക്കുമെന്ന്. ആഹാ, 3 പേരും ഉണ്ടല്ലോ. നിങ്ങൾ 3 പേരോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മേ? നിങ്ങളിൽ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് എന്റെ വക ഒരു പ്രത്യേക സമ്മാനമുണ്ട്. വളരെ വിലപിടിപ്പുള്ള ഒരു സമ്മാനമായിരിക്കും അത്. ജയിക്കുന്ന ആളിനെ ഞാൻ വിളക്കുഴിഞ്ഞ് സ്വീകരിക്കും. അവർക്ക് വേണ്ടി വീട് ഒരുക്കും. ജയിച്ചു വരുന്ന ആളിന്റെ മനസ്സിലെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ജയിക്കുന്ന ആളിന് എന്റെ മുകളിൽ സ്ഥാനവും തരും. വിജയിക്കുന്ന ആളിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അമ്മ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയും ചോദിക്കും. ദേ, ഇനി അവസാന ദിവസങ്ങളാ. ആത്മാർത്ഥതയോടെ പഠിക്കണം. കമ്പനിയുടെയും കുടുംബത്തിന്റെയും കീർത്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. മമ്മി, വേണ്ട. നമുക്ക് ഈ പാട്ടും ഗാനമേള ഒന്നും വേണ്ട. എനിക്ക് ആകെ ഒരു പേടി. നമുക്കെന്തോ വലിയൊരു അപകടം വരാൻ പോകുന്നു. എന്തപകടം? നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. നമ്മളൊരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിയവരാ. ആ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ലക്ഷ്യം സാധിക്കുമെന്ന്. ഇന്ന് തന്നെ കണ്ടില്ലേ, ചാനലിലെ ആൾക്കാർ ചോദ്യം ചോദിച്ചത് മനഃപൂർവ്വമായിരുന്നു. അങ്ങനെയാ എനിക്ക് തോന്നിയത്. നമ്മളെ കൊടുക്കണമെന്ന് അവർക്കൊരു തീരുമാനം ഉണ്ടായിരുന്നത് പോലെ. അല്ലെങ്കിൽ പിന്നെ സീ കേരളം പോലൊരു ചാനല് എന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കോ? ഇന്റർവ്യൂ തരാമോ എന്ന് ചോദിച്ചാൽ ആദ്യം വന്നു. അന്ന് എന്താ പറഞ്ഞത്? ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവൂന്ന്. എന്നിട്ട് ഇന്നിപ്പൊ പാടാൻ പറഞ്ഞിരിക്കുന്നു. ഒഴിഞ്ഞു മാറാൻ ഇത്രയൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്നെ കൊണ്ടവര് പാടിക്കുമെന്ന തീരുമാനത്തില് ഉറച്ചു നിന്ന പോലെയായിരുന്നു. ഞാനപ്പ ആ ബുദ്ധി പ്രയോഗിച്ചില്ലായിരുന്നെങ്കിലേ അവിടെ തീർന്നേനെ എല്ലാം. ഇനി ശ്യാമ ബുദ്ധിപൂർവ്വം കളിക്കുകയാണോ? ഒരു മണ്ടിപ്പെണ്ണായിട്ട് അഭിനയിച്ച്
ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയാണോ? ഏതെങ്കിലും രീതിയിൽ ചാനലിനെ സ്വാധീനിച്ച് ഇന്റർവ്യൂവിനായിട്ട് അയച്ചതാണോ? അവള് പറഞ്ഞിട്ടുണ്ടായിരിക്കോ നിന്നെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന്? അങ്ങനെ എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ ജീവിച്ചിരിക്കില്ല. നമുക്കെതിരെ ഇനിയും അവളെങ്ങാനും നീങ്ങി അവളുടെ അന്ത്യമായിരിക്കും മോളെ. അയ്യോ മമ്മി, അവളില്ലാതായ പിന്നെ ഞാൻ എങ്ങനെ പാടും? പുതിയൊരാളെ നമ്മളെ ഇറക്കുമതി ചെയ്യും. ചിലപ്പോ ഒക്കെ നമ്മുടെ തോന്നലും ആവാം. റേറ്റിംഗിന് വേണ്ടിയായിരിക്കും നിന്നെ കൊണ്ടവർ പാടിപ്പിക്കാന്നൊക്കെ വിചാരിച്ചത്. എന്തായാലും ക്ലബിന്റെ വാർഷികത്തിന് അവള് പാടാൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. ബാക്കിയൊക്കെ അന്ന് തീരുമാനിക്കാം. അന്ന് വന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ അവള് പാടില്ല. അപ്പൊ സർ, നമ്മൾ മലയാളികൾക്ക് മുൻപിൽ പുതിയൊരു പാട്ടുകാരി അവതരിപ്പിക്കുകയാണ്, കൃഷ്ണ തുളസി. മലയാളികൾക്ക് മുമ്പിലല്ല സാർ, ലോകത്തിന് മുമ്പിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാൻ കാത്തിരിക്കുന്ന ശബ്ദമായിരിക്കും കൃഷ്ണ തുളസിയുടേത്. ആദ്യ ആളുകൾ ചെറുതായിട്ട് ശ്രദ്ധിക്കും. 1 മാസം കൊണ്ട് കൃഷ്ണ തുളസി ജനമനസ്സിൽ ഇടം നേടും. അപ്പോ നമുക്ക് അപ്ലോഡ് ചെയ്യല്ലേ സർ? ശ്യാമേ, കണ്ണാ, ഞാൻ പാടിയതാ. ഒരു വർഷം, അതിനുള്ളിൽ തന്റെ പ്രശസ്തി അതിരുകൾക്കപ്പുറം ചെല്ലും. ഇപ്പൊ പഠിക്കാൻ 100% ആത്മവിശ്വാസം കിട്ടി. കൃഷ്ണ, എല്ലാത്തിനും നന്ദി. ചേടാ, ഇത് കൊള്ളാലോ. വെരി ഗുഡ്. എന്റെ ഭാര്യയോട് ആദ്യമായിട്ട് എനിക്ക് കുറച്ച് ബഹുമാനം തോന്നാം. ഞാൻ ഇതിൽ നോക്കിയിട്ട് കുറച്ച് നോട്ട്സ് പഠിക്കുകയായിരുന്നു. അതല്ലേ പറഞ്ഞത്, വളരെ നല്ല കാര്യം. ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. എന്റെ പ്രിയപ്പെട്ട പത്നിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. ഞാൻ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. അതുപിന്നെ എനിക്കറിയില്ലേ, നിന്റെ ഡാഡി എന്റെ മുമ്പിലും അക്കാര്യം ഒരുപാട് പ്രാവശ്യം തള്ളിയിട്ടുണ്ട്.